ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ ഇന്നലെ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരോ ഗെയിമിംഗ് 1 2 3 എന്നൊക്കെ. അതിൻ്റെ എപ്പിസോഡ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മാച്ചൊക്കെ കളിച്ചു. ഒരു മാച്ച് എന്തായാലും കളിച്ചു. അപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ ഇതാണ്. ഞാൻ ഗോൾ കീപ്പറെ പുതിയത് വാങ്ങിച്ചു. പക്ഷേ ഇത് കൊള്ളില്ല. ഞാൻ ഒരു മാച്ചിനായിരുന്നു, അതിൽ ഗോൾ കീപ്പറില്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് വന്നു. അതുകൊണ്ട് ഞാൻ പുതിയ ഗോൾ കീപ്പറെ വാങ്ങേണ്ടി വന്നു. ബാക്കിയുള്ള 2 ഗോൾ കീപ്പർ ഞാൻ അറിയാണ്ട് വിറ്റുപോയി. അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സൈനിങ്സ് ഒക്കെ നടത്തണം നമുക്ക് നമ്മുടെ ടീമിൽ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ബഡ്ജറ്റ് 10.1 മില്യൺ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ഈ ബക്സില്ലേ, ഇത് കൊടുത്തിട്ട് നമ്മൾ 50 കൊടുത്തു, എന്നിട്ട് 10 മില്യൺ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സൈനിങ്സൊക്കെ നടത്തണം. നമുക്ക് ആദ്യം തന്നെ ഈ സെൻറ്റർ ബാക്കുകളെ മാറ്റണം. കാരണം അവർ നമുക്ക് മാറ്റാം കേട്ടോ, അവർ ഉപയോഗമില്ല. സെൻറ്റർ ബാക്ക് നമുക്ക് ഒരു സെൻറ്റർ ബാക്കിന് മതി. ഇത്രയ്ക്ക് വേണ്ട ഗൈസ്. ഓക്കെ, ഇത്രയ്ക്ക് മതി. പിന്നെ മില്യൻസ് കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല. അങ്ങനത്തെ ഇത് ലോണിൽ വരാൻ പറ്റണ പ്ലേസൊക്കെ വേണം. നമുക്കിപ്പോൾ ഈ സീസൺ മതി ഗൈസ്. ഇതിന് വരൂ 2.7 ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ എന്തിനാ വാങ്ങണേ? നമുക്ക് 1 മില്യൺ കൂട്ടി വെക്കും, അത്രേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, വന്നിട്ടുണ്ട്. അങ്ങനെ റേറ്റിംഗ് 76 ഉള്ളൂല്ലേ, നോക്കിയില്ല. അവിടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പൊസിഷൻ എന്ന് പറയണത് നല്ലൊരു ലെഫ്റ്റ് വിങ്ങിനെ വാങ്ങണം, അല്ല സെൻറ്റർ ഫോർവേഡിനാണ്. ഓക്കെ, സുവാരസ് ഉണ്ട്, പക്ഷെ വേണ്ട. നമ്മൾ അവരൊന്നും ആകെ 6 മില്യൺ ഉള്ളൂ. ഞാൻ ആലോചിച്ചില്ല. സ്റ്റുവാനി റിട്ടയർഡ് ഓവറായി. അവന് റിട്ടയർഡ് ഓവറായി. നോക്കി സ്റ്റീവൻ ലോണിൽ വരൂ. സ്റ്റീവൻ വരില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു സെൻറ്റർ ബാക്ക് ഇല്ലേ, അപ്പോൾ ഇവനെ നമുക്ക് ഈ സെൻറ്റർ ബാക്കിൻ്റെ സ്മിത്തിനും ഈ 2 സെൻറ്റർ ബാക്കിന് നമ്മൾ വിൽക്കാം. സ്മിത്ത്. ഓക്കെ, ഇനി 46ൻ്റെ ഒരു പ്ലെയറില്ലേ, 40 എത്രയാണ്, 49. ഓക്കെ, ഇവന് നമുക്ക് വിൽക്കാം. വാഷിങ്ടൺ മതി. അപ്പം നമുക്ക് വിൽക്കേണ്ടത് വാഷിങ്ടണിനെ വിൽക്കണോ? വാഷിങ്ടണിനെ വിൽക്കാം, അല്ല ഇവനെ വിൽക്കാം. വാഷിങ്ടണിന് നമ്മൾ വിറ്റുണ്ട്. 62 കിട്ടിയുള്ളൂ, കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ട പൊസിഷൻ എന്ന് പറയണത് റൈറ്റ് ബാക്ക് വേണം. റൈറ്റ് ബാക്ക് റിട്ടയർഡ് ഓവറായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ലോണിൽ വരൂ. ഇതേവർക്ക് തന്നെ വാങ്ങും ഗൈസ്. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ബാക്ക് സെറ്റായിട്ടുണ്ട്. അങ്ങനെ തോമസിന് വിൽക്കണം. ഇനി ഹണീനെ വിൽക്കാം. തോമസിന് വെച്ചിട്ടുണ്ട്.
നീ ഹണിയല്ലേ? ഞാൻ അവരുടെ പേര് വേണം തെറ്റിപ്പോയി എന്നെ കളിയാക്കരുത്, കാരണം എനിക്ക് അറിയില്ല അവരുടെ പേരൊന്നും. ഇപ്പോൾ ആള് ഏതാ പൊസിഷൻ? റൈറ്റ് ബാക്ക്. ഇവൻ അവന് വിൽക്കാം. വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റർ ഫോർവേഡാണ് ഇനി വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നാഷണാലിറ്റി ഉണ്ടോ? ടീം എടുക്കാൻ പറ്റില്ലല്ലേ? നാഷണാലിറ്റി തന്നെ എടുക്കാം. നാഷണാലിറ്റി എടുക്കാം കേട്ടോ. ഒരു പ്ലെയർ ഉണ്ട് ഗൈസ്, അവൻ വരും. ഇല്ല, ഓക്കെ, അവനുമില്ല. ചിലപ്പോൾ വിരമിച്ചുണ്ടാവില്ലേ, വെറുതെ ഇല്ല. വരൂ ലേ, ഞാനെപ്പോഴല്ലേ സെൻട്രൽ ഫോർവേഡ് അല്ല, AMF ഇവിടെ ഇല്ല. ആള് വിരമിച്ചു. റേറ്റിംഗ് കൂടിയില്ല. ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിത്തെ പ്ലെയറില്ലേ, ലൂണനെ വാങ്ങാനാണ് ഗൈസ്. അപ്പോൾ ഇന്ന് പറയാനുള്ളത്, ഇന്ന് മാച്ചില്ല, നമ്മൾ മൊത്തം വാങ്ങലാണ്. ഓക്കെ, നമുക്കിപ്പോൾ വാങ്ങേണ്ടത് സെൻറ്റർ ഫോർവേഡാണ്. നമുക്ക് ഫുൾ മില്യൺ കൊടുക്കാം, കിട്ടണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവനെ വാങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് അവൻ ലോണിൽ വരുമോ നോക്കാം. ഇല്ല ഗൈസ്, അപ്പോൾ നമുക്ക് വാങ്ങിച്ചു നോക്കാം. അപ്പോൾ വിറ്റ വിലയ്ക്ക് വരും. ഇപ്പോൾ ഗൈസ് വന്നിട്ടുണ്ട് 70 സെൻറ്റർ ഫോർവേഡ് ആട്ടോ, നമുക്ക് ടീമിലിടാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ലെഫ്റ്റ് വിങ്ങിനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവനെ വാങ്ങാം. ഓക്കെ, വന്നിട്ടുണ്ട്. ലോണിൽ വരാമെന്ന് വിചാരിച്ചതായിരുന്നു, കൊണ്ടുവരാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ വന്നത് ഇങ്ങനെയാണ്. അവനെ AMF അല്ലേ? അപ്പം നമുക്കിനി ഇവന് ലെഫ്റ്റ് വിങ് കളിക്കാൻ പറ്റും. അപ്പം ഇവനെ കളയാം, ഡിഡ്മാനെ കളയാം. അപ്പോൾ ഓക്കെ, 71 കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്കിനി വേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ബാക്കിന് കൂടി വാങ്ങാം. പൈസ ഉണ്ട്, വാങ്ങാം. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ബാക്ക് ഓക്കെ, ഇവരെ തന്നെ വാങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. ലോണിലാണ് വന്നിരിക്കണേ, അടുത്ത സീസൺ കൂടി ഉണ്ടാവും. വന്നിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായി. ഇനി ലെഫ്റ്റ് ബാക്കിന് DMF ഉണ്ടോ? ഒരാൾ DMF കളിക്കലോ? ഓക്കെ, അപ്പം ഇവൻ ഇവിടെ നിൽക്കട്ടെ സബിൽ. ഇനി ഗോൾ കീപ്പർ ഓക്കെ, ഇത്രയ്ക്ക് മതി. ആകെ അവനുള്ളൂ. ഓക്കെ, 14 കേക്കാണ് നിൽക്കണേ. ഇപ്പോൾ ഗോൾ കീപ്പർ, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കും കൂടി വേണം.
ഈ റൈറ്റ് ബാക്കിനെ മാറ്റണോ? അല്ല, റൈറ്റ് ബാക്ക് നല്ലതാ, നല്ല പാടാണ്. അപ്പോൾ മാറ്റണ്ട. സബിനാണപ്പോൾ ചെറിയ കടകം മതി. ലോണ് കണ്ടോ പോകാം. അങ്ങനെ കൈസ് വന്നിട്ടുണ്ടോ അവന്? എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് നോക്കി ഇവനെ പഠിക്കില്ല, എന്നിട്ട് ഇവനെ പഠിക്കില്ല. അപ്പോൾ ഗോൾ കീപ്പർ ഉണ്ട്, സെൻട്രൽ ബാക്ക് ഉണ്ട്, ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, റൈറ്റ് ബാക്ക് ഉണ്ട്, IMF DMF റൈറ്റ്. ഓക്കെ, ഇനി 2.7 മില്യൺ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് സ്കിപ്പ് അടിച്ച് നോക്കാം. ഓക്കെ, ഇനി ഇതാവാണെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഗൈസ് കളി ഡ്രോയാണ് അയക്കണേ. അതൊരു തിരിച്ചടി ആയി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഒരു കളി അവർ തോറ്റോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി FA കപ്പ് നമുക്ക് കളിച്ച് നോക്കാം. കളിച്ചതിൻ്റെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-0 ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ഗോൾ കീപ്പർ മാറ്റണം എന്നാണ്. കുഴപ്പമില്ല, നല്ല ഗോൾ കീപ്പറാണ്. നമുക്ക് റോളുകൾ നമുക്ക് ഇവനെ തന്നെ ഇടാം. പെനാൾട്ടി ഇവൻ തന്നെ ആയിക്കോട്ടെ. ഫ്രീ കിക്ക്. ഓക്കെ, ഓക്കെ, ഫ്രീ കിക്ക് വേണ്ട. ഓക്കെ, പഠിച്ചോട്ടെ. ആരാണ് ഇവൻസ്? അപ്പോൾ നമുക്ക് ഇവന് ഇതായിട്ടുണ്ട്, എന്താ ഇതായി, എനർജി ഇല്ല. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നോക്കി ഇവനിടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2ാം സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരെ. ബൈ ബൈ. ഒക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ എന്താ ഇപ്പോൾ നമ്മൾ 4ാമത്തെ മാച്ച് എത്തി. ഇനി നാളെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അത് 10 മാച്ചൊക്കെ ആവും. കാരണം ഇപ്പോൾ ഇത് പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ട് നമുക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പിൻ്റെ ഇത് ചെയ്യാൻ കരിയമ്മോട്. ഓക്കെ, അതുകൊണ്ട് അതും ചെയ്യണ്ടേ. അപ്പോൾ വേഗം കുറച്ച് മാച്ചസൊക്കെ ഞാൻ കളിക്കും. എന്നിട്ട് അത് വീഡിയോ ഒക്കെ സാധിക്കില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ ബൈ ബൈ.